അപ്പോൾ ഗൈസ്, നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക്. നമ്മുടെ റോസ് വിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വിരിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു തക്കാളി തൈ ഉണ്ട്. പിന്നെ അതാ വേറൊരു ചെടി പൂവിട്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളൂ ഗൈസ്. പിന്നെ അതാ ഇതിന് മൊട്ടൊന്നും വന്നിട്ടില്ല, ഇങ്ങനെ വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു റോസ് പൂവിൻ്റെ വേറൊരു ചെടി. അത് മൊത്തം ചെടികൾ കാണാം കേട്ടോ. ഇങ്ങനെയുണ്ട് നമ്മുടെ ചെടികൾ. നോക്ക് നിങ്ങൾ. ഉണ്ടല്ലേ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിലിടയ്ക്ക് ഒരു പയറുവള്ളി ഉണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു പയർ കണ്ട, ഇതൊക്കെ ഉണങ്ങി തുടങ്ങി. എന്താ ചെടിയുണ്ട്, ഇതുണ്ട്. ഇതൊരു ചെറിയ റോസ്, പൂവിടുന്ന റോസാണ്. പിന്നെ അവിടെ ചെടിയുണ്ട്. പിന്നെ കുറേ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വെയിലാണ് കേട്ടോ. എന്താ ഇത്. പിന്നെ ഇതാ നമ്മുടെ ഈ ചെടി. പിന്നെ ഒരു വയലറ്റ് പൂവിട്ടിട്ടുള്ളൊരു ചെടിയുണ്ട്. ഇതാ അപ്പോൾ ബാക്കി കൂടെ കാണാം കേട്ടോ. ഈ ചെടി നോക്കൂ, ഇതിൻ്റെ പൂവൊന്ന് നോക്ക്, ചെറിയ പൂവാണ്. പിന്നെ നമ്മുടെ ഒരു തുളസി തൈ ഉണ്ട് ഇവിടെ. പിന്നെതാ ഇതൊക്കെ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് പൂക്കളത്തിലിടാറുള്ളതായിരുന്നു. പിന്നെ പോയിട്ടും വന്നിട്ടും ഇതാ ഈ ചെടിയിൽ വേറൊരു കളറാണ് പൂ വരുന്നത്. പിന്നെ ഇതിൽ പൂവിട്ടിട്ടില്ല, ഈ ചെടിക്ക് പൂവിട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ പിന്നെ കുറേ ചെടികൾക്ക് പൂവില്ലാത്ത ചെടികളുണ്ട് ഗൈസ്. നല്ല വെയിലാണ് ഗൈസ്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നോക്കൂ. പിന്നെ ഞങ്ങളുടെ ഒരു മത്തന്മാരുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു ജമന്തിൻ്റെ തൈ. പക്ഷേ ജമന്തി പൂവിട്ടിട്ടില്ല. പിന്നെന്തൊക്കെയാ, ഓർക്കിഡ് ഉണ്ടായിരുന്നു. ഓർക്കിഡിൻ്റെ പൂ കണ്ടില്ല നിങ്ങൾ? ഓർക്കിഡിൻ്റെ പൂവിതാ. പിന്നെ നമ്മുടെ മുളക് മരം കായകളൊക്കെ കഴിഞ്ഞു തുടങ്ങി, ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. കുറേ മുളകുണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ഷീണിച്ചു തുടങ്ങി. ഉണ്ടോ, പഴുത്ത് മരമൊക്കെ കുറച്ച് ശുഷ്കിച്ചു തുടങ്ങി. പിന്നെ ഇതാ ഈ ചെടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. നല്ല വെളിച്ചം തട്ടണ കാരണം സുഖമായിട്ടിരിക്കും. പിന്നെ നമ്മുടെ മത്തം വള്ളി ഇതാ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പയറൊക്കെ നമ്മുടെ വീടിൻ്റെ മേലേക്ക് പോയിക്കണം കേട്ടോ, പയറൊക്കെ അങ്ങനെ. പിന്നെ ഇവിടെ പിന്നെ അപ്പുറത്താണുള്ളത്, അത് ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ്ട, നല്ല വെയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. എല്ലാവരും കാണണേ, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ പോയി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ബായ്.